السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഓൻ്റെ ഉത്തമ അടിമകളിൽ ചേർത്തി തരട്ടെ, ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് നന്മകൾ, ഒരുപാട് ജീവിതത്തിലെ ഹസനാത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. എല്ലാ സയ്യിആത്തുകളെ തൊട്ടും എല്ലാ മോശകാര്യങ്ങളെ തൊട്ടും വിട്ടു നിൽക്കാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് തരട്ടെ. ആമീൻ. എന്താണേലും ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമുക്കറിയാം, സ്ഥലം വിൽപ്പനക്ക് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ്. നമ്മൾ കടത്തിൽ മുങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വിൽപ്പനക്ക് വെച്ചിട്ട് അത് വിറ്റു പോകുന്നില്ല. ആളുകൾ കാണാൻ വരുന്നുണ്ട്, പക്ഷെ അതിന് വില കാണുന്നില്ല, അല്ലെങ്കിൽ അത് തടസ്സമായിട്ട് മുടങ്ങിപ്പോവുകയാണ്. ഇങ്ങനൊരു പ്രശ്നം. അതുപോലെ തന്നെ പലരും പറയുന്നു വീട് വെക്കാൻ വെച്ചിട്ട് അത് വിറ്റു പോകണില്ല, ഒക്കെ ഓരോ തടസ്സമാണ്, സമാധാനമല്ല, മനസ്സമാധാനമല്ല എന്ന് പലരും പറയും. അല്ലെങ്കിൽ വാഹനം വിൽക്കാൻ വെച്ചിട്ട് അതൊന്നും പോകുന്നില്ല, ഒക്കെ തടസ്സങ്ങളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ, ഓരോരോ പ്രതിബന്ധങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ സമാധാനക്കുറവുകൾ ജീവിതത്തിൽ വന്നിട്ട് ആകെ ഡൗൺ ആയിരിക്കുന്നൊരു സാഹചര്യമല്ലേ. ഇതിന്ന് രക്ഷ ലഭിക്കുക എന്നുള്ളത് അക്കോർഡിംഗ് ടു അസ്, നമ്മളെ സംബന്ധിച്ചിട്ട് അത് കമ്പൽസറി ആണല്ലേ. അല്ലെങ്കിൽ ഒരമല് ചെയ്യാൻ പോലും തോന്നൂല എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ. അള്ളാഹു നമുക്ക് നല്ല ഈമാൻ തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഈമാൻ തരട്ടെ. തീയിലിട്ടാൽ കരിയാത്ത, അതുപോലെ തന്നെ വെള്ളത്തിലിട്ടാൽ ചീയാത്ത ഈമാൻ, അതാണല്ലോ ശരിക്കുള്ള ഈമാനില്ലേ. അള്ളാഹു നൽകട്ടെ. ആമീൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഇസ്മ പറഞ്ഞുതരാം. ഈ ഇസ്മങ്ങൾ എല്ലാ ദിവസവും പതിവാക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോ കണ്ടോളിയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരം, സൊല്യൂഷനും ഈ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട്. ഐ ആം ഷുവർ. പറഞ്ഞു വരുന്നത്, ഈ പറയാൻ പോകുന്ന ഇസ്മ നമ്മൾ എല്ലാ ദിവസവും അധികരിപ്പിച്ച് നമുക്ക് കഴിയുന്നൊരെണ്ണം പതിവാക്കിയിട്ട് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉള്ളിലെ പേടി, നമ്മുടെ ഉൾഭയം നീങ്ങുന്നതും അതുപോലെ തന്നെ മനസ്സിന് ടോട്ടലി ഒരു സമാധാനം ലഭിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ സമാധാനം കിട്ടും, റാഹത്ത് ലഭിക്കും, എല്ലാ കാര്യങ്ങളുടെയും ഒരു വിജയം കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ സമാധാനക്കുറവിന് അല്ലെങ്കിൽ സമാധാനക്കേടിന് എന്തൊക്കെ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളൊക്കെ പടച്ചോനങ്ങോട്ട് അകറ്റിത്തരും, റിമൂവ് ആക്കിത്തരും. മനസ്സിലായില്ലേ? കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി, സ്ഥലം വിറ്റുപോകാത്ത പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം, വാഹനം വിറ്റുപോകാത്ത പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം, വീട് വിറ്റുപോകാത്ത പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം, വീടില്ലാത്ത പ്രയാസമാണെങ്കിൽ അതിനുള്ള പരിഹാരം, ജോലിയില്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ, ഇങ്ങനെ ഓരോന്നിനുള്ള പരിഹാരം പടച്ച റബ്ബ് തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇനി ഏതാ ഇസ്മ എന്ന് പറഞ്ഞുതരാം. യാ ബാത്തിനു, യാ ബാത്തിനു, ഇതാണ് ഇസ്മ. യാ ബാത്തിനു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായിട്ടുള്ളൊരു നാമം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലയേറിയ ദുആകളിൽ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും, എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമാത്ത്, എല്ലാ സത്യവിശ്വാസികളെയും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.